മഴ ലോകത്തിലെ സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. മഴയെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം പേടിയുള്ളവരുമാണ് നമ്മിൽ ഭൂരിഭാഗം പേരും. മഴക്കാല രോഗങ്ങളാണ് ഈ പേടിയുടെ ആധാരം. രോഗാണുക്കൾ പെറ്റുപെരുകാനുള്ള സാഹചര്യങ്ങൾ മഴക്കാലത്ത് കൂടുതലാകുന്നു എന്നതിനാൽ രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുകയും വളരെ എളുപ്പത്തിൽ പടരുകയും ചെയ്യുന്നു. ഇക്കാലത്ത് പലവിധ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടൊഴുകുന്ന വെള്ളവും പലപ്പോഴും ജനങ്ങളെ പേടിപ്പെടുത്തുന്നു. രോഗാണുക്കളാണ് രോഗം പരത്തുന്നത് എന്ന് പറയാമെങ്കിലും രോഗാണുക്കൾ വളരാനുള്ള സാഹചര്യമൊരുക്കുന്നത് പലപ്പോഴും മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രോഗം പരത്തുന്നതിൽ രോഗാണുക്കളെക്കാൾ പ്രഥമ സാധ്യത മാലിന്യങ്ങൾക്ക് തന്നെയാണ്. ഈർപ്പമുള്ള വായുവിലൂടെയും രോഗാണു സാധ്യത കൂടുന്നു. നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ മതി രോഗങ്ങൾ ഉണ്ടാകാൻ. ഉദാഹരണത്തിന് വെള്ളം കെട്ടി നിൽക്കുന്നത് അത് ചിരട്ടയിലാണെങ്കിൽ പോലും രോഗങ്ങൾ പടരാൻ കാരണമാണ്. മഴക്കാല രോഗങ്ങളുടെ പ്രധാന കാരണങ്ങൾ ശുചിത്വമില്ലായ്മയും പ്രതിരോധശേഷിക്കുറവും തന്നെയാണ്. മഴക്കാലത്ത് പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഈറൻ വസ്ത്രങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ പലപ്പോഴും രോഗസാഹചര്യങ്ങൾ കുറയ്ക്കുന്നു. വൈറൽ പനി, മഞ്ഞപ്പിത്തം, ചിക്കുൻഗുനിയ, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, മലേറിയ, എലിപ്പനി തുടങ്ങി ഛർദി, വയറിളക്കം, ആസ്മ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ മഴക്കാലത്ത് പതിവാണ്. മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ നാം എടുക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണവും വ്യക്തി ശുചിത്വവും, കൊതുക് നിർമ്മാർജ്ജനം, പഴകിയതും തണുത്തതുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒഴിവാക്കൽ, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കൽ, കൃത്രിമ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ബേക്കറി സാധനങ്ങൾ, അമിത ഉപ്പ്, അമിത മസാലകൾ തുടങ്ങിയവ ഒഴിവാക്കൽ, വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കൽ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കൽ, ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ വ്യായാമം ചെയ്യൽ, ഇത്തരത്തിലുള്ള ആരോഗ്യ ബോധവൽക്കരണത്തിലൂടെ മഴക്കാല രോഗങ്ങളെ നമുക്ക് നിസ്സംശയം നേരിടാവുന്നതാണ്.